തോമസ് ഷെൽബി ഒരു സാങ്കല്പിക കഥാപാത്രമാണെങ്കിൽ പോലും ചുരുങ്ങിയ കാലയളവ് കൊണ്ട് ഈ ഒരു കഥാപാത്രത്തിൻ്റെ സീരീസ് കാണുന്നവർക്കിടയിലും കാണാത്തവർക്കിടയിലും ഒരു വലിയ ആരാധക വൃന്ദം ക്രിയേറ്റ് ചെയ്ത ഒരു കഥാപാത്രമാണ്. എന്തിനേറെ പറയുന്നു, ഈ പ്രാവശ്യത്തെ ഓസ്കാർ അവാർഡ് ജേതാവായ കിലിയൻ മർഫി അദ്ദേഹമാണ് ഈ ഒരു കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത്. ടോമി ഷെൽബി എന്ന ഈ ഒരു കഥാപാത്രത്തെ അവതരിപ്പിച്ചതിന് ശേഷം ഇദ്ദേഹത്തിൻ്റെ കരിയർ എങ്ങനെ വളർന്നുവെന്ന് ഈ ഒരു സീരീസ് കണ്ടവരും സിനിമാ ലോകത്തെ ഫോളോ അപ്പ് ചെയ്യുന്നവർക്കും മനസ്സിലാക്കാൻ കഴിഞ്ഞതാണ്. അത്രത്തോളം എന്താണ് ഈ ഒരു കഥാപാത്രത്തിനുള്ളത്, എന്തുകൊണ്ടാണ് ഈ ഒരു കഥാപാത്രത്തിന് ഇത്രയും ആരാധകരുള്ളത്, അതും ഈ സീരീസ് കാണുന്നവർക്കിടയിലും കാണാത്തവർക്കിടയിലും. അതുപോലെ തന്നെ ഈ ഒരു കഥാപാത്രത്തെ അവതരിപ്പിച്ച ആ ഒരു നടൻ്റെ കരിയർ പോലും അങ്ങ് ഉയരങ്ങളിലേക്ക് കൊണ്ടുപോകാൻ തക്കം എന്താണ് ഈ ഒരു കഥാപാത്രത്തിനുള്ളത്. ഈ ഒരു സീരീസ് കണ്ടവർക്കും കാണാത്തവർക്കും ഈ വീഡിയോ കാണാൻ കേട്ടോ, ഒരു കഥാരൂപത്തിലാണ് ഞാൻ അവതരിപ്പിക്കുന്നത്. നമുക്ക് കേട്ടു നോക്കാം ടോമി ഷെൽബി എന്ന തോമസ് ഷെൽബിയെക്കുറിച്ച്. നമസ്കാരം, ഞാൻ വൈശാഖ്. ടെലസ്കോപ്പിലേക്ക് സ്വാഗതം. ചുരുങ്ങിയ കാലയളവ് കൊണ്ട് ഒരു കൾട്ട് സ്റ്റാറ്റസ് കിട്ടിയ ഒരു സീരീസാണ് പീക്കി ബ്ലൈൻഡേഴ്സ് എന്ന് നമുക്ക് ധൈര്യമായിട്ട് പറയാം. അതിന് മെയിൻ കാരണം ഇതിലെ പ്രധാന കഥാപാത്രമായിട്ടുള്ള തോമസ് ഷെൽബി തന്നെയാണ്. ഇന്നത്തെ ക്യാരക്ടർ അനാലിസിസിൽ നമുക്ക് ആദ്യം എല്ലാ പ്രാവശ്യവും പോലെ തോമസ് ഷെൽബി എന്ന ഫിക്ഷണൽ കഥാപാത്രത്തിൻ്റെ ലൈഫ് സ്റ്റോറി വെച്ച് തന്നെ തുടങ്ങാം. ഇപ്പോൾ ഈ സീരീസിൻ്റെ ഫാൻസിനും അതുപോലെ തന്നെ ഈ ഒരു കഥാപാത്രത്തെ എടുത്തിട്ട് പ്രൊമോട്ട് ചെയ്യുന്ന ആളുകൾക്കും അറിയാത്തൊരു കാര്യമുണ്ട്. ഈ ഒരു ക്യാരക്ടർ ജീവിതത്തിൽ ഒരുപാട് ദുഃഖം അനുഭവിച്ച ഒരാളാണ്. ചെറുപ്പക്കാലം എന്ന് പറയുമ്പോഴത്തേക്കും വളരെ മോശമായിരുന്നു. എങ്ങനെയെന്ന് വെച്ചാൽ ഇവർ മൊത്തവും 5 സഹോദരങ്ങളാണ്. അതിൽ രണ്ടാമനാണ് തോമസ് ഷെൽബി. തോമസ് ഷെൽബി, ജോൺ ഷെൽബി, ഏഡ ഷെൽബി, ഫിൻ ഷെൽബി. ഇവർക്കൊക്കെ മൂത്തവനായിട്ടൊരാളുണ്ട്, ആർതർ ഷെൽബി. ഞാൻ ഈ ഒരു ക്യാരക്ടറിന് ഈ ഒരു ബിൽഡപ്പ് കൊടുക്കാനുള്ള കാരണം എന്ന് പറയുന്നത് തോമസിനെ തോമസ് ആക്കി മാറ്റിയത് ഈ ഒരു ക്യാരക്ടറാണ്, ആർതർ ഷെൽബിയാണ്. അതിന് അങ്ങോട്ട് പോകുമ്പോൾ മനസ്സിലാവും. ചെറുപ്പകാലം എന്ന് പറയുമ്പോഴത്തേക്കും ദാരിദ്ര്യം ഒക്കെ അത്യാവശ്യം നല്ലപോലെ ഉണ്ടായിരുന്നു അവർക്ക്. ചെറുപ്പത്തിൽ തോമസിൻ്റെ ബ്രദേഴ്സിനുമുള്ള മെയിൻ ഡ്യൂട്ടി തൻ്റെ അച്ഛന് വേണ്ടിയിട്ടുള്ള മദ്യം ഗാരിസൺ എന്ന് പറയുന്ന പബ്ബിൽ നിന്ന് വലിയൊരു കാനിസ്റ്ററിൽ കൊണ്ടുവയ്ക്കുക എന്നുള്ളതായിരുന്നു. കൊച്ചു പ്രായമായിരുന്നപ്പോൾ തൊട്ട് ഇവർ ഈ കള്ളെടുത്ത് കൊടുക്കുന്ന പരിപാടി ചെയ്തു തുടങ്ങിയതാണ്. എന്നാൽ തൻ്റെ ഏറ്റവും ഇളയ അനുജനായ ഫിൻ ഷെൽബിയുടെ ഡെലിവറിക്ക് ശേഷം അമ്മയ്ക്ക് ഡിപ്രഷൻ ഉണ്ടാവുകയാണ്. ഡിപ്രഷനും അതുപോലെ തന്നെ ചില സമയങ്ങളിൽ നല്ല സൈക്കോട്ടിക് ആയിട്ടുള്ള എപ്പിസോഡുകളിൽ കൂടെയും ആ അമ്മ കടന്നുപോയി. അതിൻ്റെ മെയിൻ കാരണം എന്ന് പറയുമ്പോഴത്തേക്കും ഇവരുടെ അച്ഛനുണ്ടല്ലോ, വളരെ കാര്യപ്രാപ്തിയും കുടുംബത്തിനെ നല്ലപോലെ നോക്കുന്ന ഒരാളും നല്ല ഉത്തരവാദിത്വമൊക്കെ ഉള്ള ഒരാളായതുകൊണ്ട് തന്നെ കുടുംബത്തിൽ ദാരിദ്ര്യത്തിന് ഒരു കുറവുമില്ലായിരുന്നു. ഉദ്ദേശം മനസ്സിലായല്ലോ, വളരെ നല്ല മനുഷ്യനായിരുന്നു. അപ്പോൾ ആ ഒരു കാരണം കൊണ്ട് തന്നെ ഈ അമ്മയ്ക്ക് ഡിപ്രഷനും കാര്യങ്ങളൊക്കെ വന്നായിരുന്നു. അപ്പോൾ ഇതിനിടയ്ക്ക് ഈ അമ്മയെ ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്ന ഒരാളുണ്ടായിരുന്നു, ചാർലി എന്നാണ് അയാളുടെ പേര്. ഈ ചാർലി എന്ന് പറയുന്ന ആൾ ഈ അത്ര ഷെൽബി സിബ്ലിങ്സിനും ഒരു അമ്മാവനെ പോലെയായിരുന്നു. അപ്പോൾ ഈ ചാർലി പറഞ്ഞു, ഒരു കാര്യം ചെയ്യ്, നീ ഒരു ലോങ് ജേണി, ഒരു യാത്ര പോയിട്ട് വാ, മക്കളെ എത്രയും ആ സമയം വരെ അയാൾ നോക്കാമെന്ന് പറഞ്ഞു. അയാൾ വളരെ നല്ല രീതിക്ക് തന്നെ കുട്ടികളെ നോക്കി. ഈ അമ്മ പോയിട്ട് വന്നപ്പോഴത്തേക്കും തോമസിനൊരു ചെറിയ കുതിര, ഒരു പോണിയെ കൊണ്ട് കൊടുത്തായിരുന്നു. അന്ന് മുതലാണ് തോമസിന് കുതിരകളോടൊരു വല്ലാത്ത സ്നേഹം തുടങ്ങിയത്. എത്രയൊക്കെ യാത്ര ചെയ്തിട്ട് വന്നുവെങ്കിൽ പോലും ഇവർക്ക് ആ ഒരു ഡിപ്രഷനിൽ നിന്ന് പൂർണ്ണമായിട്ടും റിക്കവർ ആവാൻ കഴിഞ്ഞില്ലായിരുന്നു. അങ്ങനെ ഈ ഒരു ഡിപ്രഷൻ്റെ ഫലമായിട്ട് തന്നെ തോമസ് ഷെൽബിയുടെ അമ്മ മരിച്ചു പോവുകയാണ്. എന്നാൽ അമ്മ മരിച്ചതിന് ശേഷം ഈ 5 മക്കളെ നോക്കുക എന്നുള്ള കാര്യം ഇവരുടെ ഫാദറിന് വളരെ ബുദ്ധിമുട്ടായിട്ട് തോന്നി. ഈ ഒരു മനുഷ്യൻ ഈ 5 മക്കളെയും ഉപേക്ഷിച്ചിട്ട് പോവുകയാണ് ചെയ്തത്. ശേഷം ഇവർ 5 പേരും വളർന്നത് ഇവരുടെ ആൻറ്റി ആയിട്ടുള്ള പോളി എന്ന് പറയുന്ന സ്ത്രീക്ക് കീഴിലാണ്. ഇപ്പോൾ സീരീസ് കാണുന്ന ആളുകൾക്കറിയാം, ഇവർ 5 പേരും പോളി എന്ന് പറയുന്ന സ്ത്രീയെ അത്രത്തോളം ബഹുമാനിച്ചിരുന്നു. അവരൊരു വരച്ചാൽ അതിനപ്പുറം ആരും പോവത്തില്ല. അത്രത്തോളം അവർക്കൊരു റെസ്പെക്റ്റ് ഉണ്ടായിരുന്നു. എന്താ, ജന്മം കൊണ്ടല്ല ഓരോ ആളുകളും പല പദവികൾ അലങ്കരിക്കുന്നത്, കർമ്മം കൊണ്ടാണ്. അത് ഈ ഒരു കഥാപാത്രം വിളിച്ചു പറയുന്ന ഒന്നാണ്. എന്നാൽ ചെറുപ്പം മുതലേ തൻ്റെ സേഫ്റ്റി ഉറപ്പുവരുത്തുവാനായിട്ട് തൻ്റെ ശത്രുക്കളുടെ വീക്ക്നെസ് മനസ്സിലാക്കി അതിനനുസരിച്ച് പെരുമാറാൻ ഷെൽബിക്ക് അറിയായിരുന്നു. എങ്ങനെയെന്ന് വെച്ചാൽ, തോമസ് ചെറുപ്പമായിരുന്നപ്പോഴത്തേക്കും ഈ ഏരിയയിലുള്ള കുട്ടികൾ ചെറിയ പയ്യനല്ലേ, ഇപ്പോൾ തോമസിനെ ഇടിക്കാനൊക്കെ വരുമായിരുന്നു. അപ്പോൾ അവരെ പേടിപ്പിച്ച് നിർത്താനായിട്ട് തോമസ് ഒരു കാര്യം ചെയ്യുമായിരുന്നു. എപ്പോഴും ഒരു സ്ക്രൂ ഡ്രൈവറും ഒരു റേസർ ബ്ലേഡും തൻ്റെ കയ്യിൽ വെച്ചിട്ടുണ്ടാവും. എന്നിട്ട് ഇവർ ഐറിഷ് ബാക്ക്ഗ്രൗണ്ടുള്ള ജിപ്സീസാണ്. ഈ ജിപ്സീസിന് ഈ മന്ത്രപ്രയോഗം, ദുർമന്ത്രവാദം ഇതൊക്കെ ഉണ്ടെന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ ഇത് കൊണ്ട് നടക്കുന്നത് തന്നെ ഉപദ്രവിക്കാൻ വരുന്നവർക്ക് നേരെ ശാപം ഇടാനാണെന്ന് ഒരു കള്ളക്കഥ തോമസ് അവിടെ പടർത്തി. ഈ ഒരൊറ്റ കള്ളക്കഥയുടെ പേരിൽ ഈ ഷെൽബി സഹോദരങ്ങൾ ചെറുപ്പത്തിൽ വളരെ സേഫായിരുന്നു. ഇപ്പോൾ തോമസ് കള്ളത്തരമാണ് ഉപയോഗിച്ചതെങ്കിൽ പോലും അത് തന്നെ ഉപദ്രവിക്കാൻ വരുന്നവർക്ക് നേരെയാണ് ഉപയോഗിച്ചത്. അപ്പം അത് ഉണ്ടായിരുന്നു. വളർന്നു വരുന്നതിനനുസരിച്ച്
ഇവർ പതുക്കെ പതുക്കെ ഇവരുടെ ലൈഫിൻ്റെ അടുത്ത ഘട്ടങ്ങളിലേക്ക് പോയി. തോമസ് ചെറുപ്പത്തിൽ തന്നെ ഒരു പെൺകുട്ടിയുമായി ഇഷ്ടത്തിലാവുകയായിരുന്നു. എന്നാൽ ആ ഒരിഷ്ടം അധികം മുന്നോട്ട് പോയില്ല. ഒരസുഖം വന്ന് ഈ ഒരു പെൺകുട്ടി മരിച്ചുപോയി. എന്നാൽ ആ കാലഘട്ടത്തിൽ ഒരു പ്രായം കഴിയുമ്പോഴത്തേക്കും മിക്ക ആളുകളും ആർമിയിൽ പോയി എൻലിസ്റ്റ് ചെയ്യുക എന്നൊരു പരിപാടി ഉണ്ടായിരുന്നു. അങ്ങനെ ഈ മൂത്ത 2 സഹോദരന്മാർ ആർതറും തോമസും രണ്ടുപേരും ആർമിയിൽ എൻലിസ്റ്റ് ചെയ്തു. ഈ ഒരു സമയത്താണ് തോമസ് മറ്റൊരു സ്ത്രീയുമായിട്ട് പ്രണയത്തിലാവുന്നതും. എന്നാൽ ആ ഒരു ബന്ധം അധികം മുന്നോട്ട് കൊണ്ടുപോകാൻ തോമസിന് കഴിഞ്ഞില്ല. കാരണം ഈ സമയത്താണ് 1-ാം ലോക മഹായുദ്ധം പൊട്ടിപ്പുറപ്പെടുന്നത്. 1-ാം ലോക മഹായുദ്ധ സമയത്തിൽ തോമസ് ഒരു ടണലർ അഥവാ സാപ്പർ എന്ന് പറയുന്നൊരു പൊസിഷനായിരുന്നു ഉണ്ടായിരുന്നത്. അത് ചെയ്യുന്ന റെജിമെൻറ്റിലായിരുന്നു ഇവർ. ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ, അടിയിൽ കൂടെ തുരന്ന് ടണൽ ക്രിയേറ്റ് ചെയ്ത് ശത്രുക്കളുടെ ഭാഗത്ത് പോയി അവിടെ സ്ഫോടന വസ്തുക്കൾ പ്ലാൻ ചെയ്തിട്ട് തിരിച്ചു വരുന്ന പരിപാടിയായിരുന്നു ഈ ടണലർ എന്ന് പറയുന്ന പട്ടാളക്കാർക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം തോമസ് നല്ല എഫിഷ്യൻ്റായിട്ട് ചെയ്യും. പക്ഷെ നമുക്കറിയാം, യുദ്ധമെന്ന് പറയുന്നത് അതിപ്പോൾ എത്ര ധൈര്യശാലിയായിട്ടുള്ള ആളുകൾക്കാണെങ്കിൽ പോലും അവർക്കൊരു സൈക്കോളജിക്കൽ ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്യും. കാരണം മനുഷ്യരവരുടെ മുന്നിൽ മരിച്ചു വീഴുന്നതും ഒക്കെയാണ് ഇവർ ഈ കാണുന്നത്. അപ്പോൾ ഇത് ഇവരുടെ മനസ്സിൽ ട്രോമയായിട്ട് കിടക്കും. ഇത് വളരെ എഫക്റ്റ് ചെയ്ത 2 പേരാണ് തോമസും ആർതറും. ആർതറിനെന്ന് പറയുമ്പോഴത്തേക്കും ചെറുപ്പക്കാലം മുതൽ ട്രോമയുണ്ടായിരുന്നു. കാരണം കുടുംബത്തിലെ മൂത്തയാളാണ് ആർതർ. അച്ഛൻ കളഞ്ഞിട്ട് പോയപ്പോഴും അമ്മ മരിച്ചപ്പോഴും എല്ലാം ആർതറിനെയാണ് ആളുകൾ ചൂണ്ടിയത്. നീയാണ് വലുത്, നീയാണ് നോക്കേണ്ടതെന്നും പറഞ്ഞ് ഒരുപാട് പ്രഷർ ചെറുപ്പകാലം മുതലേ ആർതറിനുണ്ടായിരുന്നു. ഈ പ്രഷർ ഇരുന്നിരുന്ന് ആർതറിന് ദേഷ്യമാവുകയാണ് ചെയ്തത്. പക്ഷെ തോമസിന് ആ സമയത്ത് ഒരുമാതിരി ചത്ത ഒരു അവസ്ഥയായിരുന്നു. അതായത് ഇമോഷൻ ഒരുമാതിരി ചത്തൊരവസ്ഥയായിരുന്നു. പക്ഷേ അങ്ങോട്ട് പോകുന്ന ആളുകൾക്കറിയാം, ഈ ഒരു തോമസ് എന്ന് പറയുന്ന കഥാപാത്രം ഇമോഷൻ പുറത്ത് കാണിക്കത്തില്ലെങ്കിലും ആ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഇമോഷണൽ അറ്റാച്ച്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉള്ള ആളാണ് തോമസ്. അത് കൺട്രോൾ ചെയ്യാൻ പുള്ളിക്കറിയാം. അപ്പോൾ ഈ ഒരു യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോഴത്തേക്കും ഇവർക്ക് 2 പേർക്കും അത്യാവശ്യം നല്ല PTSD ഉണ്ടായിരുന്നു. ഈ PTSD, അതായത് പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ, ഇത് ആർതർ PTSD യൂസ് ചെയ്തത് എങ്ങനെയെന്ന് വെച്ചാൽ, ജിമ്മ് ഹിറ്റ് ചെയ്ത് തൻ്റെ ബോഡി ബിൽഡ് ചെയ്യുകയും ബോക്സിങ് റിങ്ങിൽ പോയി ഫൈറ്റ് ചെയ്യുകയൊക്കെ ചെയ്താണ് ആർതർ PTSD കോപ്പപ്പ് ചെയ്തത്. ചില സമയത്ത് ആർതറിന് തൻ്റെ ദേഷ്യം നിയന്ത്രണം വിട്ടു പോകാറുണ്ട്. പക്ഷേ ടോമി ഈ ഒരു PTSD ഹാൻഡിൽ ചെയ്തത് എങ്ങനെയാണെന്നറിയോ? തനിക്ക് ട്രോമയുണ്ട്, അതുകൊണ്ട് ഏത് വിധേനയും ഈ ട്രോമ തനിക്ക് തന്ന സമൂഹത്തിൽ ഏറ്റവും ഉയർന്ന ഒരാളായി തനിക്ക് മാറണം എന്ന ഒരു ആംബിഷൻ, ഒരു അത്യാഗ്രഹം, ഒരു ആർത്തി തോമസിനുണ്ടായിരുന്നു. ഏകദേശം ഈ ആർത്തി തന്നെയാണ് പീക്കി ബ്ലൈൻഡേഴ്സ് എന്ന് പറയുന്ന ഈ ഒരു ഗാങ്സ്റ്റർ സംഘടനയുടെ തുടക്കത്തിന് കാരണമായത്. യഥാർത്ഥത്തിൽ പീക്കി ബ്ലൈൻഡേഴ്സ് എന്ന് പറയുന്ന ആളുകൾ ഉണ്ടായിരുന്നു. നമ്മൾ ബ്രിട്ടീഷ് ഹിസ്റ്ററി എടുത്ത് നോക്കുമ്പോൾ ബർമിംഗ്ഹാം എന്ന് പറയുന്ന സ്ഥലത്ത് ഓപ്പറേറ്റ് ചെയ്തിരുന്ന ഒരു ഗ്യാങ്ങിൻ്റെ പേരായിരുന്നു പീക്കി ബ്ലൈൻഡേഴ്സ്. ഈ പീക്കി ബ്ലൈൻഡേഴ്സ് എന്ന് നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കിയാൽ ഈ 4-5 പേരെ നിങ്ങൾക്ക് കാണാൻ കഴിയും. അവരെന്ന് പറയുമ്പോഴത്തേക്കും തോമസിനെയൊക്കെ പോലെ ഭയങ്കര ഓർഗനൈസ്ഡ് ആയിട്ടുള്ള വലിയ സംഭവങ്ങളല്ലായിരുന്നു. പക്ഷെ എന്നിരുന്നാൽ പോലും അത്യാവശ്യം നല്ല ആളുകളെ പേടിപ്പിച്ചിരുന്നൊരു ഗ്യാങ് ആയിരുന്നു അവർ. ഈ ഒരു പീക്കി ബ്ലൈൻഡേഴ്സ് എന്ന് പറയുന്ന ആളുകൾക്ക് ഈ പേര് വരാനുള്ള കാരണം എന്താണെന്നറിയോ? ഇവരുടെ സ്യൂട്ടിൻ്റെ കൂടെ സിഗ്നേച്ചറായിട്ടൊരു തൊപ്പി ഇവർ വയ്ക്കാറുണ്ട്, പീ ക്യാപ്പ്. ഈ പീ ക്യാപ്പിൻ്റെ ഭാഗത്തായിട്ട് ഇവർ റൈസർ ബ്ലേഡ് തുന്നി വയ്ക്കാറുണ്ട്. ഇവർ ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ക്യാപ്പ് ഊരി റൈസർ ബ്ലേഡ് ഇരിക്കുന്ന ഭാഗം ശത്രുക്കളുടെ കണ്ണിൽ ഇങ്ങനെ വെച്ച് അടിച്ചു കൊടുക്കും. അപ്പോൾ കണ്ണ് മുറി. ഇതാണ് ഇവരുടെ സിഗ്നേച്ചറായിട്ടുള്ള ഫൈറ്റിംഗ് സ്റ്റൈൽ. പണ്ട് മുതലേ പീക്കി ബ്ലൈൻഡേഴ്സ് അങ്ങനെയായിരുന്നു. അപ്പോൾ പീ ക്യാപ്പ് കൊണ്ട് അതിൽ ബ്ലേഡ് വെച്ച് ആളുകളുടെ കണ്ണിലടിച്ച് ബ്ലൈൻഡ് ചെയ്യുന്ന ആളുകൾ, അങ്ങനെയാണ് ഇവർക്ക് പീക്കി ബ്ലൈൻഡേഴ്സ് എന്ന് പറയുന്ന പേര് വീണത്. എന്നാൽ പീക്കി ബ്ലൈൻഡേഴ്സ് എന്ന് പറയുന്ന ഈ ഒരു വിളിപ്പേര് ഇവരവിടെ ഒരു കൾട്ടാക്കി മാറ്റി. പീക്കി ബ്ലൈൻഡേഴ്സ് എന്ന് പറയുന്ന ഒരു സ്റ്റാറ്റസ് ആക്കി മാറ്റി. പീക്കി ബ്ലൈൻഡേഴ്സ് എന്ന് കേൾക്കുമ്പോൾ തന്നെ ആളുകൾക്കറിയാം, ബർമിംഗ്ഹാമിലെ ഈ ഒരു സ്മോൾ ഹിറ്റ് എന്ന് പറയുന്ന സ്ഥലത്ത് ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു ചെറിയ ആളുകളാണ് ഇവർ റൂത്ത്ലെസ് ആയിട്ടുള്ള ആളുകളാണ്. ഇവരുടെ മെയിനായിട്ട് റൂത്ത്ലെസ് ആയിട്ടുള്ള ഒരാളുണ്ട്, അയാളുടെ അനുജനാണ് ഈ ടീമിൻ്റെ ഹെഡ്. ഇങ്ങനെയൊക്കെയുള്ളൊരു കഥകൾ ഇവർ വരുത്തി തീർത്തു. തോമസ് ഷെൽബി ചെയ്ത ആദ്യത്തെ കാര്യം, ഇവിടെ തൊട്ടാണ് കേട്ടോ ക്യാരക്ടർ അനാലിസിസ് തുടങ്ങുന്നത്. ഇയാളുടെ മുൻ തലമുറയിലുണ്ടായിരുന്ന ആളുകൾ ചെയ്തു വന്ന രീതി അതുപോലെ ആയിരിക്കുമല്ലോ കുട്ടികൾ ചെറുപ്പം മുതലേ ചെയ്യുന്നത്. ആ രീതി കൊണ്ട് ഒരു ഉപയോഗവും ആർക്കും ഉണ്ടായിട്ടില്ല ആ ഒരു സൊസൈറ്റിയിൽ. അതുകൊണ്ട് കംപ്ലീറ്റ് ആ രീതി മാറ്റുക എന്നുള്ളൊരു ഐഡിയയാണ് ആദ്യമേ തോമസ് കൊണ്ടുവന്നത്. അത് ആദ്യം ഇവർ ഇംപ്ലിമെൻ്റ് ചെയ്തത് ഇവരുടെ അപ്പിയറൻസിലാണ്. അതുകൊണ്ട് തോമസ് ഷെൽബിയും ആർതർ ഷെൽബിയും മറ്റുള്ളവർ ഇന്ന സ്റ്റൈൽ ഡ്രസ്സ് ഫോളോ ചെയ്യുന്നു, മറ്റുള്ളവർ ഇന്ന ഫാഷൻ ഫോളോ ചെയ്യുന്നു എന്നുള്ളതെല്ലാം മാറ്റി നിർത്തി അവർക്കായിട്ടുള്ളൊരു സിഗ്നേച്ചർ സ്റ്റൈൽ, ഒരു ഔട്ട്ഫിറ്റ് അങ്ങ് ക്രിയേറ്റ് ചെയ്തു. നിങ്ങൾ നോക്കിയാൽ മതി, ആ ഒരു സീരീസ് കാണുമ്പോൾ പീക്കി ബ്ലൈൻഡേഴ്സിനെ കണ്ടാൽ തിരിച്ചറിയാൻ പറ്റും. ആ രീതിക്കൊരു ഔട്ട്ഫിറ്റ് അവർ റെഡിയാക്കി. കാരണം എന്താണ്?
സ്വയം നമ്മുടെ ഒന്ന് റെഡിയാക്കി എടുത്താൽ നമുക്കൊരു കോൺഫിഡൻസ് കൂടുമെന്ന് നമ്മൾ പല സിനിമകളിലും കേട്ടിട്ടുണ്ട്, പല ആളുകൾ പറഞ്ഞും കേട്ടിട്ടുണ്ട്, നമ്മൾ മുതിർന്നവർ തന്നെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ ആദ്യം തോമസ് ചെയ്ത അതാണ്, അവർക്കൊരു സിഗ്നേച്ചർ ഔട്ട്ഫിറ്റ് വന്നു. അപ്പോൾ ഉയരങ്ങളിലേക്ക് പോകാൻ ആദ്യം അവർ ചെയ്തത് എന്തെന്ന് വെച്ചാൽ, ഉയരങ്ങളിലേക്ക് പോകുന്ന ആളുകൾ എങ്ങനെ ആയിരിക്കുമോ ആ രീതിക്ക് ഇവർ പെരുമാറി തുടങ്ങി. ഇവരുടെ സ്റ്റൈല്, ഇവർ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതിനോരോ രീതികൾ, ഇത് മൊത്തത്തിൽ ഇവർ മാറ്റി. തോമസും ആർതറും കൂടെ. തോമസ് എന്ന് പറയുമ്പോൾ ഇവിടെ തോമസ് മാത്രമല്ല, തൻ്റെ ജ്യേഷ്ഠനായിട്ടുള്ള ആർതറും ഉണ്ട്. രണ്ടുപേരും കൂടെ ചേർന്നാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ആദ്യം തൻ്റെ ഔട്ട്ഫിറ്റും കാര്യങ്ങളുമൊക്കെ മാറ്റി. പിന്നെ തോമസിന് വെയിറ്റ് ചെയ്യാനൊന്നും താല്പര്യമില്ലായിരുന്നു, പക്ഷേ വളഞ്ഞ വഴിയാണ് തിരഞ്ഞെടുത്തത്. ഇവർ ഈ ബുക്കിംഗ് എന്ന് പറഞ്ഞൊരു പരിപാടിയായിരുന്നു, എന്ന് പറഞ്ഞൊരു പരിപാടിയായിരുന്നു. അതായത് പന്തയം വെപ്പില്ലേ, ബെറ്റ് വെപ്പ്, വാതുവെപ്പ്, ഈ കുതിരയോട്ടത്തിൽ അങ്ങനത്തെ പരിപാടികളൊക്കെ ഇവർ ചെയ്യുമായിരുന്നു. അങ്ങനെയൊക്കെയാണ് ഇവരുടെ തുടക്കം. അതോടൊപ്പം കുറച്ച് ആയുധക്കടത്ത്, കുറച്ച് ബൂട്ട് ലെഗിങ്, ഇങ്ങനത്തെ പരിപാടികളിൽ നിന്നാണ് ഇവരുടെ ഒരു തുടക്കം എന്ന് പറയുന്നത്. ഈ ഒരു സീരീസ് ഉടനീളം ഒന്ന് അനലൈസ് ചെയ്താൽ ഒരു കാര്യം മനസ്സിലാക്കാൻ പറ്റും. പരമ്പരാഗതമായി ഫോളോ ചെയ്ത് വന്നേക്കുന്ന ഒരു രീതി മാത്രമാണ് ശരി എന്ന് ഫോക്കസ് ചെയ്യാതെ കാലത്തിനനുസരിച്ച് അതിൽ വരുത്തേണ്ട മാറ്റങ്ങൾ തോമസും ആർതറും കൂടെ വരുത്തുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. നമ്മൾ വളരെ സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ്, ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പല ആളുകളും വന്ന് നമ്മുടെ അടുത്ത് പറയും, ഈ ആൾ കൊള്ളത്തില്ല, ഈ ആൾ മാത്രമാണ് കൊള്ളാവുന്നത്, അയാളുമായിട്ട് മാത്രമേ കൂടാവുള്ളൂ. ഒരാൾ അങ്ങനെ പറഞ്ഞു തരുമ്പോഴത്തേക്കും അത് പൂർണ്ണമായിട്ടും വിഴുങ്ങരുത്. നമ്മൾ ചിന്തിക്കണം, ഇതിലേതാണ് നല്ലത്. കാലത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ അത് നമ്മൾ വരുത്തണം. അത് ഈ ഒരു രണ്ട് കഥാപാത്രങ്ങളും കാണിക്കുന്നുണ്ട്. ഏകദേശം ആ ഒരു ചേഞ്ച്, അവർ ഇംപ്ലിമെൻ്റ് ചെയ്ത ആ ഒരു ചേഞ്ച് തന്നെയാണ് ഈ ഒരു കഥാപാത്രങ്ങളുടെ ട്രജക്ടറി തന്നെ മാറ്റിയത്. പിന്നെ ഈ ഒരു ഞാൻ പീക്കി ബ്ലൈൻഡേഴ്സിൽ തോമസ് ഷെൽബിയെ ഇഷ്ടപ്പെടുന്ന ആളുകളോട് കുറച്ച് പേരെടുത്ത്, എൻ്റെ സുഹൃത്തുക്കളോടും മറ്റാളുകളോടും ഒക്കെ ഞാൻ ചോദിച്ചായിരുന്നു എന്തുകൊണ്ട് ഇഷ്ടപ്പെടുന്നു. അവരൊക്കെ പറഞ്ഞതാണ് തോമസ് ഭയങ്കര റൂത്ത്ലെസ് ആണ്, ആളുകളെ പേടിപ്പിച്ച് നിർത്തും. സത്യം പറഞ്ഞാൽ എന്താണ് തോമസ് ഷെൽബി അതിൻ്റെ ഓപ്പോസിറ്റാണ് ആ പറഞ്ഞത്. ഇയാൾ എല്ലായിടത്തും റൂത്ത്ലെസ് ഒന്നും അല്ല, ഇയാൾ എല്ലായിടത്തും കയറി ചൂടാകത്തൊന്നുമില്ല. ആ സീരീസ് കണ്ടവർക്കറിയാം, സാഹചര്യം അനുസരിച്ച് മാത്രമേ തോമസ് പെരുമാറാറുള്ളൂ. അതായത് ചില സന്ദർഭങ്ങളിൽ തന്നെക്കട്ടിയും ശക്തരായിട്ടുള്ള ആളുകൾ വന്നാൽ ആദ്യം തോമസ് ചെയ്യുന്നത് അവരുമായിട്ടൊരു സൗഹൃദം സ്ഥാപിക്കുകയാണ്, തൻ്റെ ഭാഗം സേഫാക്കിയിട്ട്. എന്നിട്ട് കൃത്യസമയം നോക്കി പ്രോപ്പർ ലെവറേജ് വെച്ചിട്ട് അവരെ അടിച്ചു തറയുകയാണ് പുള്ളിക്കാരൻ ചെയ്യുന്നത്. ബുദ്ധിയുള്ളവരങ്ങനെ ചെയ്യുള്ളൂ. നമുക്ക് ചില സിനിമകളിൽ മാസ് കാണിക്കുന്ന ആളുകളെപ്പോലെ റിയൽ ലൈഫിൽ കാണിക്കാൻ നോക്കിയാലേ ഒരു മമ്മട്ടിയുടെ കമ്പും കുറച്ച് മുളക് പൊടിയും ധാരാളമാണ് ഈ മാസ് തീരാനായിട്ട്. മനസ്സിലായില്ലേ? അടിച്ചൊരു മൂല ചേരാൻ വളരെ എളുപ്പമാണ്. അതുകൊണ്ട് എപ്പോഴും ചെയ്യേണ്ടത് വയലൻസ് എന്ന് പറയുന്ന സാധനം അത് ലാസ്റ്റ് റിസോർട്ടായിട്ട് മാറ്റി വെച്ചിട്ട് മാക്സിമം കാര്യങ്ങൾ ഡിപ്ലോമാറ്റിക് ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ നോക്കണം. അത് തോമസ് ഷെൽബി കാണിക്കുന്നുണ്ട്. നിങ്ങളെടുത്ത് നോക്കിക്കോ, ഈ സീരീസ് എടുത്ത് നോക്കുമ്പോഴത്തേക്കും അതിപ്പോൾ ആരാണെങ്കിലും, ഏത് സീസണിലെ വില്ലന്മാരായിട്ടാണെങ്കിലും, ഇപ്പോൾ നമ്മുടെ ടോം ഹാർഡിയുടെ വില്ലൻ കഥാപാത്രം, അതുപോലെ ഏഡ്രിയൻ ബ്രോഡിയുടെ വില്ലൻ കഥാപാത്രം, ഈ കഥാപാത്രങ്ങളൊക്കെ ആയിട്ട് ആദ്യം സന്ധി സംഭാഷണത്തിനാണ് തോമസ് ശ്രമിക്കുന്നത്. അത് നടക്കത്തില്ല എന്ന് വരുമ്പോൾ മാത്രമേ വയലൻസ് റിസോർട്ട് ചെയ്യുള്ളൂ. ഏറ്റവും കൂടുതൽ തോമസിൻ്റെ കഥാപാത്രത്തിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് എപ്പോഴും വയലൻസ് കാണിക്കത്തില്ല. അതുകൊണ്ട് തന്നെ ആളുകൾക്ക് തോമസിൻ്റെ കൂടെ സംസാരിച്ച് നോക്കാം എന്നൊരു ചിന്ത ആദ്യമേ വരും. അത് ഈ ഒരു കഥാപാത്രം കാണിക്കുന്ന ഒന്നാണ്. പിന്നെ ആർതർ എന്ന് പറയുന്ന കഥാപാത്രം എപ്പോഴും ഹോട്ട് ഹെഡഡ് ആയിട്ടുള്ള ഒരാളാണ്. ഒന്ന് പറഞ്ഞ് രണ്ടിന് കൈവെക്കുന്ന ആളാണ് ആർതർ. ആ ഒരു കഥാപാത്രത്തിന് എന്തോരം ബുദ്ധിമുട്ടുകൾ ഈ ഒരു സ്വഭാവം കാരണം ഉണ്ടാവുമെന്ന് ഈ സീരീസ് മുഴുവനും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ഈ ഒരു തോമസ് ഷെൽബി ഇയാളുടെ കൂട്ടത്തിലുള്ള മറ്റുള്ള ഷെൽബി ഗാങ്ങിൽ നിന്നും എങ്ങനെ വ്യത്യസ്തമാകുന്നു എന്ന് വെച്ചാൽ, മോസ്റ്റ് ഓഫ് ദി ടൈം ഹീ ഈസ് സൈലൻറ്റ് ആൻഡ് ഒബ്സർവൻറ്റ്. വളരെ നിശബ്ദനായിട്ട്, ചില സമയങ്ങളിൽ അധികം സംസാരിക്കാതെ ആളുകൾ പറയുന്നതിനെ കേൾക്കുകയാണ് പുള്ളിക്കാരൻ ചെയ്യുന്നത്. നമുക്കൊക്കെ പറ്റുന്ന മിസ്റ്റേക്ക് അതാണ്. ഒരാളൊരു കാര്യം പറയുമ്പോഴത്തേക്ക് അതിന് മറുപടി പറയാൻ വേണ്ടി കേൾക്കും. അത് ഏറ്റവും വലിയ മണ്ടത്തരമാണെന്നുള്ള കാര്യം കാലാകാലങ്ങളായി പലയിടങ്ങളിൽ പല ആളുകൾ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുള്ള കാര്യമാണ്. അപ്പോൾ കൂട്ടത്തിൽ രണ്ടാമനാണ് തോമസ് ഷെൽബി. തോമസ് മറ്റുള്ള ഷെൽബി ഗ്യാങ്ങിൽ നിന്നും വ്യത്യസ്തനാകുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ, ഇമോഷനല്ല ലോജിക്കാണ് ചില സമയത്ത് കൂടുതലും റിലേ ചെയ്യുന്നത്. പിന്നെ അത് മാത്രമല്ല, നല്ല ഒബ്സർവൻ്റാണ്. ഓരോ കാര്യങ്ങളും നല്ല രീതിക്ക് ഒബ്സർവ് ചെയ്യും തോമസ്. ആ ഒബ്സർവ് ചെയ്ത് മനസ്സിലാക്കുന്ന കാര്യങ്ങളിൽ നിന്നാണ് തോമസ് പിന്നീട് ആക്ട് ചെയ്യുന്നത്. അല്ലാതെ ഡയറക്റ്റ് ആദ്യമേ കയറി ആക്ട് ചെയ്യുന്നൊരു പരിപാടി തോമസ് കാണിക്കാറില്ല. നിങ്ങൾ പല സന്ദർഭങ്ങളും എടുത്തു നോക്കിയാൽ മതി. ഒരു സാഹചര്യം ഉണ്ടായാൽ ആ സാഹചര്യത്തെ പൂർണ്ണമായും മനസ്സിലാക്കും. ഒരാൾ തന്നോട് സംസാരിക്കാൻ വന്നാൽ ദേഷ്യപ്പെട്ട് വരുന്നവനാണെങ്കിലും അവൻ പറയുന്നത് വ്യക്തമായി കേട്ടിട്ട് വളരെ മര്യാദക്കായിരിക്കും ആദ്യത്തെ മറുപടികൾ വരുന്നത്. ഇപ്പോൾ ഒരു സംഭവം നല്ലതുപോലെ പ്രോപ്പറായിട്ട് ശ്രദ്ധിക്കുക, ഓരോ കാര്യങ്ങൾ അനലൈസ് ചെയ്യുക, അത് മനസ്സിലാക്കിയെടുക്കുക. ഒരാൾ സംസാരിക്കുമ്പോഴത്തേക്കും ശാന്തമായിട്ടിരുന്നത് മുഴുവനും കേട്ടിട്ട് മറുപടി പറയുക. ഇതെല്ലാം തോമസിൻ്റെ പ്രത്യേകതയാണ്. ഏകദേശം ഡിപ്ലോമാറ്റിക് ആവേണ്ട സ്ഥലങ്ങളിൽ ഡിപ്ലോമാറ്റിക് ആവുകയും റൂത്ത്ലെസ് ആവേണ്ട സ്ഥലങ്ങളിൽ റൂത്ത്ലെസ് ആവുകയും
എന്നാൽ മാക്സിമം വയലൻസ് ഇല്ലാതെ കാര്യങ്ങൾ ഒഴിവാക്കുകയും സന്ദർഭങ്ങൾക്കും സാഹചര്യത്തിനും അനുസരിച്ച് ഫോളോ ചെയ്തു വന്ന കാര്യങ്ങൾ മാറ്റി ഇംപ്രവൈസ് ചെയ്യുന്ന സ്വഭാവം കൂടെ ഉള്ളതുകൊണ്ട് തന്നെയാണ് തോമസ് ഷെൽബി എന്ന് പറയുന്ന ഒരു സ്ട്രീറ്റ് ഗ്യാങ്, പീക്കി ബ്ലൈൻഡേഴ്സ് എന്ന് പറയുന്ന ഒരു സ്ട്രീറ്റ് ഗ്യാങ് പിന്നീട് ഒരു നാഷണൽ ലെവൽ എൻ്റർപ്രൈസായി മാറിയത്. ഷെൽബി ലിമിറ്റഡ് എന്നും പറഞ്ഞൊരു നാഷണൽ ലെവൽ കമ്പനി ഇവർ ഡെവലപ്പ് ചെയ്തെടുക്കും. പിന്നെ അത് മാത്രമല്ല, വെറും ഒരു സ്ട്രീറ്റ് ഗാങ്സ്റ്റർ ആയിരുന്ന തോമസ് ഷെൽബി എന്ന് പറയുന്ന കഥാപാത്രം ഇൻ ദ കോഴ്സ് ഓഫ് ടൈം ഒരു പൊളിറ്റീഷ്യൻ ആവുന്നുണ്ട്, മെമ്പർ ഓഫ് പാർലമെൻറ്റ്, എം പി ആവുന്നുണ്ട്. അതുപോലെ ഓർഡർ ഓഫ് ബ്രിട്ടീഷ് എംപയർ എന്ന് പറയുന്ന ഒരു പുരസ്കാരം ഇയാൾക്ക് ലഭിക്കുന്നുണ്ട്. അങ്ങനെ അതെല്ലാം പുള്ളിക്കാരൻ നേടിയെടുക്കുന്നുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, തോമസ് ഷെൽബി എപ്പോഴും ദീർഘവീക്ഷണമുള്ള ആളായിരിക്കും. എന്നാൽ അതുപോലെ തന്നെ ഒരു സംശയമോ കാര്യങ്ങളോ ഉണ്ടായാൽ അതിൻ്റെ പുറത്ത് ആക്ട് ചെയ്യുന്നതിന് മുൻപ് അത് ക്ലാരിഫൈ ചെയ്യുന്ന ഒരു സ്വഭാവവും തോമസ് കാണിക്കുന്നുണ്ട്. ഒരു ഗാങ്സ്റ്റർ കഥാപാത്രമാണ്, പക്ഷേ ആ ഒരു കഥാപാത്രം അത്രയും സ്ട്രോങ് ആകുന്നത് ഇതുപോലത്തെ ഒരുപാട് നല്ല ക്വാളിറ്റികൾ വെച്ചിട്ടാണ്. പിന്നെ മിക്ക ആളുകളും പറയുന്നത് പോലെ താൻ ചെയ്യുന്ന പ്രവൃത്തികളിൽ യാതൊരുവിധ റിഗ്രറ്റോ ഒന്നുമില്ലാത്ത ഒരാളാണ് തോമസ്, ഒരു കോൾഡ് ആയിട്ടുള്ള ഒരാളാണ് തോമസ് എന്നാണ് ഈ ഒരു മീംസിലും മറ്റതിലുമൊക്കെ കാണിക്കുന്നത്. പക്ഷേ അല്ല, ഇയാൾക്ക് നല്ല ഇമോഷണൽ ബാഗേജ് ഉള്ള ആളാണ്. പക്ഷെ അത് എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് അയാൾക്കറിയാം. അതിനയാൾ ഏറ്റവും കൂടുതൽ സഹായിച്ച അയാളുടെ സഹോദരൻ ആർതറാണ്. ഒരിക്കൽ തോമസ് ഗണ്ണെടുത്ത് തൻ്റെ തലയിൽ വെച്ച് ഫയർ ചെയ്യാൻ ഒരുങ്ങിയിട്ടുണ്ട്. എന്നാൽ തൻ്റെ സഹോദരൻ്റെ സേഫ്റ്റിക്ക് ഇത് നേരത്തെ മനസ്സിലാക്കിയ ആർതർ ഈ ഗണ്ണിന്ന് ബുള്ളറ്റ് സൂരി മാറ്റിയിട്ടുണ്ടായിരുന്നു. അത് ആർതറിന് അറിയാം തൻ്റെ സഹോദരൻ എങ്ങനെ പോകുമെന്ന്. ഇനി ആർതറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, തോമസ് ഷെൽബി ലിമിറ്റഡ് എന്ന് പറഞ്ഞ ഈ കമ്പനി പടുത്തുയർത്തിയെടുത്തത് അയാളുടെ ബുദ്ധി കൊണ്ട് മാത്രമല്ല, അയാളുടെ ചേട്ടനായിട്ടുള്ള ആർതറിൻ്റെ മസിൽ പവറും ആ ഒരു റേജിൻ്റെയും കൂടെ പുറത്താണ്. കാരണം നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മതി, ഒരു കാര്യം ഹാൻഡിൽ ചെയ്യാനായിട്ട് തോമസ് ആദ്യം ഇറക്കി വിടുന്നത് തൻ്റെ ചേട്ടനെയാണ്. കാരണം അറിയാം, ആർതർ എങ്ങോട്ടെങ്കിലും ഇറങ്ങി ചെന്നാൽ അവിടെ അടിച്ച് നശിപ്പിക്കാനായിട്ടാണ് പോകണമെങ്കിൽ അടിച്ച് നശിപ്പിക്കുകയല്ല, അവസാനം തീയിട്ട് കത്തിച്ചിട്ടേ വരുവുള്ളൂ. അങ്ങനത്തെ ഒരു റൂത്ത്ലെസ് ബിഹേവിയറുള്ള ആളാണ് ആർതർ എന്ന് പറയുന്നത്. അത് പല സന്ദർഭങ്ങളിലും തോമസിന് ഹെൽപ്ഫുള്ളായി വരുന്നതും ചില സന്ദർഭങ്ങളിൽ ആർതറിന് കോടാലിയായി വരുന്നതും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു സീരീസ് കണ്ടിട്ടുള്ള ആളുകൾക്കറിയാം, തോമസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ കൂടെ ആർതർ എന്നും അർത്ഥമുണ്ട്. ആർതർ ഇല്ലായിരുന്നെങ്കിൽ തോമസ് ഇത്രയും കിടിലമാവാനൊന്നും പറ്റത്തില്ലായിരുന്നു. ഹി വിൽ ബി സക്സസ്ഫുൾ. പക്ഷേ ഏതൊരു മീമിൽ പറഞ്ഞതുപോലെ തോമസ് ഷെൽബിയുടെ ബസൂക്കയാണ് ആർതർ എന്ന് അത് പറഞ്ഞിരിക്കണം. നമ്മളൊരു കഥാപാത്രത്തെക്കുറിച്ച് പറയുമ്പോൾ സപ്പോർട്ടിങ് ക്യാരക്ടറിനെയും കൂടെ പറയണമല്ലോ, അതുകൊണ്ട് പറഞ്ഞതാണ്. അപ്പോൾ ഈ ഒരു കഥാപാത്രത്തിൻ്റെ മെയിൻ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് തന്നെ ദീർഘവീക്ഷണം തന്നെയാണ്. ഒരു കാര്യം മുൻകൂട്ടി കണ്ട് അതിലെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം പറഞ്ഞ് ഒരു മൂലയിൽ ചടഞ്ഞുകൂടി ഇരിക്കുന്നതിന് പകരം അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് തോമസ് ചെയ്യാറുണ്ട്. തോമസ് തൻ്റെ വാക്കുകൾ പറയുന്നത് വളരെ സൂക്ഷിച്ചേ പറയാറുള്ളൂ. പിന്നെ മറ്റൊരു കാര്യവും കൂടെ ഉണ്ട്, തോമസ് തനിക്ക് മിസ്റ്റേക്ക് പറ്റിയെന്ന് തോന്നിയാൽ ആളുകളോട് ക്ഷമ ചോദിക്കാൻ ഒട്ടും മടിയില്ലാത്ത ഒരാളാണ്. ചില സമയങ്ങളിൽ തോമസ് ആർതറിൻ്റെ വൈഫിനടുത്ത് ക്ഷമ ചോദിക്കുന്ന കാണുന്നുണ്ട്, തൻ്റെ ഫാമിലിയിലുള്ള അംഗങ്ങളോട് ക്ഷമ ചോദിക്കുന്ന കാണുന്നുണ്ട്, തൻ്റെ സുഹൃത്തുക്കളോട് ക്ഷമ ചോദിക്കുന്ന കാണുന്നുണ്ട്. അപ്പോൾ ഒരു തെറ്റ് ചെയ്തെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളത് ഫസ്റ്റ് സ്റ്റെപ്പാണ് ആ തെറ്റ് മാറ്റുന്നതിൽ. അത് തോമസ് എന്ന് പറയുന്ന ഈ ഒരു കഥാപാത്രം നല്ലതുപോലെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് തോമസ് ഷെൽബി എന്ന് പറയുന്ന ക്യാരക്ടറിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ അനാലിസിസ്. ഞാൻ ഈ ഒരു കഥാപാത്രത്തെക്കുറിച്ച് കൂടുതൽ പറയാതിരുന്ന കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും എങ്കിൽ നമുക്ക് സീരീസിനെ കുറിച്ച് പറയേണ്ടി വരും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്തേക്കുക. നമ്മുടെ ചാനലിലേക്ക് നിങ്ങൾ ആദ്യമായിട്ടാണ് വരുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നമ്മുടെ ചാനലിലെ കണ്ടൻറ്റുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബന്ധുമിത്രാദികൾക്കും പറ്റുമെങ്കിൽ ശത്രുക്കൾക്കും ഒന്ന് അയച്ചു കൊടുക്കുക. നമ്മുടെ അടുത്ത വീഡിയോ എന്ന് പറയുന്നത് ലോകം മുഴുവനും പിടിച്ചടക്കാനായിട്ട് ഇറങ്ങിയ ഒരാൾ നമ്മുടെ ഇന്ത്യയിലേക്ക് വന്നിട്ട് വേണ്ടേരുന്നു എന്നും പറഞ്ഞ് തിരിച്ചു പോയിട്ടുണ്ട്. അയാളെക്കുറിച്ചാണ്. അയാൾ നമ്മുടെ ഇന്ത്യയിലേക്ക് വന്നതിനെക്കുറിച്ചാണ്. അയാൾ ആരാണെന്നൊന്ന് കമൻറ്റ് ചെയ്തേക്കുക. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു കണ്ടൻറ്റുമായി കാണുന്നത് വരെ ബൈ.